ഹായ് ഗൈസ്, അങ്ങനെ ഒരുപാട് ആകാംക്ഷയുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ജയറാം ചിത്രം എബ്രഹാം ഓസ്ലർ റിലീസായിരിക്കുകയാണ്. മലയാളത്തിലധികം ഇങ്ങനെയൊരു ത്രില്ലർ ചിത്രം നമ്മൾ കാണാറില്ല. എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ അങ്ങനെ ഒരുപാട് മുൾമുനയിൽ നിർത്തുന്ന ഒരു ഗംഭീര ത്രില്ലർ ചിത്രമൊന്നും അല്ല ഇത്. ഇതൊരു മിഥുൻ മാനുവൽ തോമസ് ചിത്രമാണെങ്കിലും പുള്ളിയുടെ അഞ്ചാം പാതിരയുടെ അത്ര ത്രസിപ്പിക്കുന്ന രംഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ സിനിമയ്ക്കകത്തിലില്ല. അങ്ങനെയുള്ളൊരു ചിത്രമല്ലിത്. ഈ ചിത്രത്തിൻ്റെ ഒരു ട്രാക്ക് എന്ന് പറയുമ്പോഴത്തേനും ഇത് മെഡിക്കൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കഥാഗതിയാണ് ഈ ചിത്രത്തിൻ്റേത്. അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഥ പറഞ്ഞ് കൂടുതൽ സ്പോയിലർ അടിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഈ ചിത്രത്തിൽ ഒരുപാട് മികച്ച താരങ്ങൾ അഭിനയിക്കുന്നുണ്ട്. അതിനോടൊപ്പം അവർ അഭിനയിക്കുന്ന ആ കഥാപാത്രങ്ങൾ ഒരുപാട് മികച്ച് നിൽക്കുന്നുമുണ്ട്. അർജുൻ അശോകനും അനശ്വരയ്ക്കും അതിഗംഭീരമായിട്ടുള്ള റോളുകൾ കിട്ടി. അവർ അതിഗംഭീരമായിട്ട് അതിനെ നമ്മളിലേക്ക് പ്രസന്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ മമ്മൂട്ടി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട കാര്യമാണ്. ഈ ചിത്രത്തിൽ നമ്മളെ ഒരുപാട് ത്രസിപ്പിക്കുന്ന വാവ് എന്നൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലുള്ള രംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു നല്ലൊരു ചിത്രം തന്നെയാണിത്. ഗൈസ്, എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു ഇമോഷണൽ ത്രില്ലർ ചിത്രം തന്നെയാണ്. കാര്യം ഇതിനകത്തിൽ അനശ്വരയുടെ കഥാപാത്രം പോകുന്ന രീതിയാണേലും അർജുൻ അശോകൻ്റെ കഥാപാത്രം പോകുന്ന രീതിയാണേലും ജയറാം എന്ന് പറഞ്ഞ ആക്ടർ അയാൾ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രം എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ കഥാപാത്രം പോകുന്ന പോക്കാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് കാണേണ്ട ഒന്ന് തന്നെയാണ്. നല്ല ഇമോഷണൽ രംഗങ്ങളുള്ള ഒരു മികച്ചൊരു ത്രില്ലർ ചിത്രമാണിത്. ജയറാം എന്ന ആക്ടറിൻ്റെ വൻപൻ തിരിച്ചുവരവ് തന്നെയാണ് ഈ സിനിമ. അമ്മാതിരി പെർഫോമൻസ് ആണ് ഈ സിനിമയ്ക്കകത്ത് പുള്ളി കാഴ്ചവെച്ചിരിക്കുന്നത്. പുള്ളിയുടെ ആ ഒരു കഥാപാത്രം പോകുന്ന രീതി നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും പുള്ളിയുടെ ഒരു അഭിനയ മികവ് എത്രത്തോളമാണെന്നുള്ള കാര്യം. മലയാള സിനിമയുടെ 4ാമൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിക്കുള്ള നല്ല ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സെക്കൻഡ് ഹാഫാണ്. ക്ലൈമാക്സ് ഒക്കെ അതിഗംഭീരമായിട്ടുണ്ട്. സ്ഥിരം ക്ലീശയോ കാര്യങ്ങളോ ഒന്നും അല്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മുടെ മുന്നിലേക്ക് അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സിനിമ ടോട്ടലി നോക്കുവാണെങ്കിൽ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ സിനിമയുടെ വിഷ്വൽ സൈഡ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയായിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് ഈ സിനിമയുടെ ക്വാളിറ്റിയിൽ നമുക്ക് മനസ്സിലാകും. എന്താണേലും ഒരു കാര്യം ഉറപ്പാണ്, 2024 ഏറ്റവും വലിയ വിജയമായിരിക്കും എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ ഈ ചിത്രം. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊക്കെ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്.